لله رب العالمين والصلاة والسلام على سيدنا محمد سيد المرسلين وخاتم النبيين وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. قال النبي صلى الله عليه وسلم أنا دعوة إبراهيم أو كما قال رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടത്തെ സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക്, നമ്മുടെ കുടുംബത്തിന്, നാടിന്, നാട്ടുകാർക്ക്, അടുത്ത തലമുറയ്ക്ക് ഗുണകരമാക്കി മാറ്റുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ പടച്ചവൻ നമുക്ക് ദീർഘായുസ്സ് നൽകുകയും അനുഗ്രഹീത മാസം ദുൽഹജ്ജിൽ നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ദുൽഹജ്ജ് എന്നത് ഒരു ഭാഗത്ത് ഇസ്ലാമിൻ്റെ പ്രധാന സന്ദേശമായ, എന്നല്ല മുഴുവൻ സന്ദേശങ്ങളുടെയും സമാഹാരമായ ഹജ്ജിൻ്റെ മാസമാണ്. അള്ളാഹു ഈ പ്രാവശ്യത്തെ ഹജ്ജ് വളരെ എളുപ്പത്തിലും വലിയ നന്മകൾക്ക് കാരണമാകുന്ന നിലയിലും സ്വീകരിക്കുമാറാകട്ടെ. മറുഭാഗത്ത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹിജ്രി ചാന്ദ്രിക വർഷത്തിൻ്റെ അവസാന ദിനങ്ങൾ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് കാര്യങ്ങളും മുമ്പിൽ വെച്ചുകൊണ്ടാണ് ദുൽഹജ്ജ് 10 അനുഗ്രഹീതമായ പെരുന്നാൾ സമ്മാനിച്ചിരിക്കുന്നത്. ഇസ്ലാമിൽ പെരുന്നാളെന്ന് പറയുന്നത് വെറുമൊരു ആഘോഷമോ അല്ലെങ്കിൽ ആഹ്ലാദമോ മാത്രമോ അല്ല, മറിച്ച് ചില സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനുള്ള അവസരം കൂടിയാണ്. ഈ പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പഠിക്കുക, പകർത്തുക, പ്രചരിപ്പിക്കുക എന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നമ്മുടെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ കൂടിയായ ഇബ്രാഹിം നബിയെ, എബ്രഹാം പ്രവാചകനെ വളരെ സ്നേഹത്തിൽ അനുസ്മരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ
സന്ദേശം എന്താണ്? മഹൽ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഗുണങ്ങൾ 30ഓളം ഉണ്ട് എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളുടെ മഹൽ ഗുണങ്ങൾ വിവരിക്കുന്ന സൂറത്ത് തൗബയിലെയും സൂറത്തുൽ മുഅ്മിനൂൻ്റെയും സൂറത്തുൽ അഹ്സാബിൻ്റെയും നീണ്ട ആയത്തുകൾ പാരായണം ചെയ്യുകയുണ്ടായി. ഇവിടെ എന്നെയും നിങ്ങളെയും ഉണർത്താൻ ആഗ്രഹിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടിസ്ഥാന ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടിസ്ഥാന ഗുണങ്ങൾ 3 കാര്യങ്ങളാണ്. അള്ളാഹു നമുക്കത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിനെ ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒന്നാമത്തെ ഗുണം കറകളഞ്ഞ തൗഹീദാണ്. എല്ലാവരുമായും നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ തൗഹീദിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാട് സ്വീകരിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒന്നാമത്തെ ഗുണമാണ്. രണ്ടാമത്തെ ഗുണം തൻ്റെ ജീവിതത്തെ മുഴുവനും പടച്ചവന് വേണ്ടി സമർപ്പിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നന്മയാക്കി മാറ്റുകയും ചെയ്തു. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ രണ്ടാമത്തെ ഗുണം. 3, തൻ്റെ മാതാപിതാക്കളും മക്കളും കൂട്ടുകുടുംബാദികളും നാട്ടുകാരും മാത്രമല്ല അടുത്ത തലമുറയും ഋജുവായ പാതയിലൂടെ സഞ്ചരിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും പടച്ചവനോട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. പ്രത്യേകിച്ചും ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പഠനാർഹവും നമ്മളുടെ ദൗത്യത്തിൻ്റെ നിർവഹണത്തിന് ആവശ്യവുമായ 3 പ്രധാനപ്പെട്ട ഗുണങ്ങളാണിത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒന്നാമത്തെ ഗുണം കറകളഞ്ഞ തൗഹീദാണ്. പ്രകാശിക്കുന്ന തൗഹീദാണ്. അണപൊട്ടി ഒഴുകുന്ന അല്ലെങ്കിൽ സുഗന്ധം വിരിഞ്ഞാടുന്ന മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊണ്ട് അവർക്ക് ആ തൗഹീദിൻ്റെ സുഗന്ധവും സൗന്ദര്യവും സൗരഭ്യവും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉറച്ച നിലപാടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. അതിനോടുകൂടി തന്നെ മുഴുവൻ ജനങ്ങളോടും നല്ല ബന്ധം നിലനിർത്തുകയും ചെയ്തു. തൻ്റെ പിതാവ് സഹിതം ഭരണകൂടം സഹിതം നാട്ടുകാരെല്ലാവരും മറുചേരിയിൽ ഒരു വ്യക്തി മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇതിൻ്റെ പേരിൽ മഹാനവറുകൾ അവരുമായി വഴക്കുണ്ടാക്കുകയോ പ്രശ്നത്തിൽ പോകുകയോ ചെയ്തില്ല. പക്ഷേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇത് വല്ലാത്തൊരു കാര്യമാണ്. നമുക്കിന്നുണ്ടാകുന്ന വലിയൊരു കുഴപ്പം, ഒന്നുകിൽ നമ്മൾ വിശ്വാസത്തെ മനസ്സിൽ മാത്രം മൂടി വെച്ച് അല്പം പോലും പ്രകടിപ്പിക്കാതെ
എല്ലാവരോടും സ്നേഹവും സാഹോദര്യവും പങ്കിട്ട് നടക്കും. അമുസ്ലിം സഹോദരങ്ങളുടെ കല്യാണങ്ങളിൽ പോയി പങ്കെടുത്ത് മിക്കവാറും അതിന് കാർമ്മികത്വം നിർവഹിക്കും. അവരുടെ ആരാധനാ പരിപാടികളിലെല്ലാം സഹകരിച്ച് വേണ്ടാത്ത മുഴുവൻ കാര്യങ്ങളും കാട്ടിക്കൂട്ടും. അല്ലെങ്കിൽ നേരെ മറുഭാഗത്ത് അവരുമായി യാതൊരു ബന്ധവുമില്ല, അവരുടെ വീട്ടിൽ മരണം നടന്നാൽ നമ്മുടെ വീട്ടിൽ ആഹ്ലാദത്തിൻ്റെ അവസ്ഥാവിശേഷം, അവർക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടായാൽ നമുക്കതിനോട് വല്ലാത്ത വെറുപ്പ്. ഇത് രണ്ടും ഇസ്ലാമിക സംസ്കാരത്തിന് വിരുദ്ധമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം വാപ്പയുമായി നല്ല ബന്ധം, തൗഹീദിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا. സൂറത്ത് മറിയമിൽ അള്ളാഹു സംഗീതാത്മകമായി വിവരിക്കുന്നു. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മുടെ ദാസൻ ഇബ്രാഹീമിനെ താങ്കൾ അനുസ്മരിക്കുക. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം അതിസത്യസന്ധനും ഉന്നത പ്രവാചകനുമായിരുന്നു. ഇദ് ഖാല ലിഅബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ, അദ്ദേഹം പറഞ്ഞ സന്ദർഭം വളരെ വൈകാരികമാണ്. എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, അബത്തി പ്രിയപ്പെട്ട പിതാവേ, അബി എൻ്റെ വാപ്പ, എൻ്റെ പിതാവേ, അബത്തി ഒരു സ്നേഹത്തിൻ്റെ വലിയ ഒരു ശബ്ദമാണിത്. നമ്മുടെ മലയാളത്തിൽ പൊന്നു വാപ്പ. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. മഹാനവറുകൾ വാപ്പയുടെ കാല് തടകിക്കൊണ്ട് ശിരസ് വൃത്തിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ആലിംഗനം ചെയ്തുകൊണ്ട് പറയുകയാണ്, പൊന്നുവാപ്പ, എന്തിനാണ് ഒന്നും കേൾക്കാത്ത, ഒന്നും കാണാത്ത, ഒരു ഗുണവും ചെയ്യാത്ത വസ്തുക്കളെ താങ്കൾ ആരാധിക്കുന്നത്? തൗഹീദ്, സ്നേഹം രണ്ടും സമരസപ്പെട്ടു പോവുകയാണ്. ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ യാ അബതി ലാ തഅബുദി ശൈത്വാന ഇന്ന ശൈത്വാന കാന ലിർറഹ്മാനി അസിയ. വീണ്ടും വാപ്പയെ കെട്ടിപ്പിടിക്കുന്നു. പൊന്നുവാപ്പ, എന്തിനാണ് താങ്കൾ പിശാചിനെ ആരാധിക്കുന്നത്? താങ്കൾ പിശാചിനെ ആരാധിക്കരുത്. പിശാച് പടച്ചവനോട് എതിര് കാണിച്ചവനാണ്. യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാനി ഫതകൂന ലിശ്ശൈത്വാനി വലിയ. പൊന്നുവാപ്പ വീണ്ടും വീണ്ടും പറയുന്നു. ഞാൻ ഈ പ്രസംഗത്തിൽ കൂടെ കൂടെ സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാകും. അസ്ഥാനത്ത് സഹോദരങ്ങളെ ഉപയോഗിക്കുന്നു. പക്ഷേ സ്നേഹം അധികരിച്ചു, സങ്കീർണമായ ഘട്ടം വന്നു. പല പ്രാവശ്യം നമ്മൾ പൊന്നുമോനെ 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 എന്ന് പറയും. യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ. പൊന്നുവാപ്പ, ഈ സമീപനം താങ്കൾ സ്വീകരിച്ചാൽ കാരുണ്യവാനായ പടച്ചവൻ, അവൻ്റെ കരുണയിലാണ് ഞാനും വാപ്പയും ജീവിക്കുന്നത്.
ഈ പുഷ്പങ്ങൾ വിടരുന്നത്, ഈ അന്തരീക്ഷം ശരിയായിട്ട് നിലകൊള്ളുന്നത്, ഈ ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും സ്വച്ഛന്തമായി സഞ്ചരിക്കുന്നത്, ആ റഹ്മാനായ പടച്ചവൻ്റെ ശിക്ഷ താങ്കൾക്കുണ്ടാകുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഖുർആൻ വീണ്ടും പറയുന്നു, قال أراغب أنت عن آلهتي يا إبراهيم. ഇബ്രാഹിമേ, നീ എന്നെ എൻ്റെ ദൈവങ്ങളിൽ നിന്ന് പിടിച്ചു മാറ്റാൻ പോവുകയാണോ? لئن لم تنته لأرجمنك واهجرني مليا. നീ പരിപാടി നിർത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെ എറിയും, ഇവിടുന്ന് മാറിപ്പോയി ഇവിടുന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും വാപ്പയുടെ കാല് പിടിക്കുന്നു, വീണ്ടും വാപ്പയുടെ കൈ അമർത്തുന്നു. قال سلام عليك سأستغفر لك ربي إنه كان بي حفيا. വാപ്പ, താങ്കൾക്ക് പടച്ചവന്റെ രക്ഷയുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ. താങ്കൾ എത്ര മോശമായി പെരുമാറിയാലും ഞാൻ താങ്കളോട് മോശമായി പെരുമാറുകയില്ല കേട്ടോ. പ്രബോധനം യുദ്ധമല്ല, ഉപദേശമെന്ന് പറയുന്നത് അസഭ്യം പറയലല്ല. ദീനിന്റെ പ്രവർത്തനമെന്ന് പറയുന്നത് ആളുകളെ വെറുപ്പിക്കലല്ല. സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ്യ. പടച്ചവൻ എന്നോട് വലിയ കരുണയുള്ളവനാണ്, ഞാൻ വാപ്പയ്ക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ വഅതസിലുകും വമാ തദ്ഊന മിൻ ദൂനില്ലാഹി വഅദ്ഉ റബ്ബി. ഇത്ര സ്നേഹവും ബഹുമാനവും വാപ്പയോടും കുടുംബത്തോടൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെ ഞാൻ ആരാധിക്കത്തുമില്ല കേട്ടോ. ഇതാണ് തൗഹീദ്. വഅതസിലുകും വമാ യദ്ഊന മിൻ ദൂനില്ലാഹ്. പടച്ചവനെ വിട്ട് നിങ്ങൾ പലതിനെയും ആരാധിക്കുന്നുണ്ട്, അതൊന്നുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയില്ല. വഅദ്ഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യ. ഞാൻ എൻ്റെ രാവും പകലും പടച്ചവനെ മാത്രം ആരാധിക്കും. പടച്ചവനോട് ഞാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഇന്ന് വരെയും പ്രാർത്ഥിച്ച് ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല. فَلَمَّا اعْتَزَلَهُمْ وَمَا يَعْبُدُونَ مِن دُونِ اللَّهِ وَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ وَكُلًّا جَعَلْنَا نَبِيًّا وَوَهَبْنَا لَهُم مِّن رَّحْمَتِنَا وَجَعَلْنَا لَهُمْ لِسَانَ صِدْقٍ عَلِيًّا. ഇത് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവസാനിപ്പിക്കുന്നത് സൂറത്ത് മറിയം. ഇബ്രാഹിം അലൈഹിസ്സലാം സ്നേഹനിർഭരമായ എന്നാൽ നിലപാടിൽ മാറ്റമില്ലാത്ത ഒരു സരണി സ്വീകരിച്ചപ്പോൾ, ശരിയാണ്, അദ്ദേഹത്തിന് പിതാവ് അദ്ദേഹത്തിന് കൂട്ടത്തിൽ വന്നില്ല, നാട്ടുകാർ വന്നില്ല. നാം അദ്ദേഹത്തിന് ഒരു ഒന്നാന്തരം മകൻ ഇസ്ഹാക്കിനെയും അദ്ദേഹത്തിന്റെ മകൻ യാക്കൂബിനെയും കനിഞ്ഞരുളുകയുണ്ടായി. ഇന്നും മഹാനവറുകൾ സ്മരിക്കുന്ന നിലയിൽ, നല്ല സ്മരണ നിലനിൽക്കുന്ന നിലയിൽ നാം അദ്ദേഹത്തിന്റെ സ്മരണ ശാശ്വതമാക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദുൽഹജ്ജിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനം തൗഹീദ് കി അമാനത്തി സീനേ മേ ഹെ ഹമാര. തൗഹീദിന്റെ അമാനത്ത് നമ്മൾ മുറുകെ പിടിക്കണം. ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിക്കുകയാണ്. ഒരു ഭാഗത്ത് വിശ്വാസം മൂടി വെക്കേണ്ടതല്ല, എൻ്റെ സ്വകാര്യത എന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചു പോകേണ്ടതല്ല. മറുഭാഗത്ത് വിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ് ജനങ്ങളുമായി ശണ്ട കൂടേണ്ടതുമല്ല. രാമനോടും ജോസഫിനോടും വളരെ സ്നേഹത്തിൽ കഴിയും. ദീനുള്ളവരോടും ദീനില്ലാത്തവരോടും കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും ആദരിക്കും, ബഹുമാനിക്കും. പക്ഷേ ദീനിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും, തൗഹീദിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. ഒരു ഡോക്ടറിൻ്റെ അരികിൽ ഒരു കഠിന രോഗിയെ കൊണ്ടുവരികയുണ്ടായി. ഡോക്ടർ എന്ത് ചെയ്യും? സ്നേഹത്തോടുകൂടി ശുശ്രൂഷിക്കും, എന്നാൽ കയ്യിൽ ഉറയെല്ലാം ഇട്ട് വളരെ ജാഗ്രതയോടെയും
ഡോക്ടർ ചികിത്സിക്കും. ഡോക്ടർ അരികിൽ രോഗിയെ കൊണ്ടുവന്നു, ഡോക്ടർ അദ്ദേഹത്തിനെ ശപിക്കുന്നു, പ്രാകുന്നു, കൊണ്ടുവന്നവരെ വഴക്ക് പറയുന്നു, എടുത്തുകൊണ്ട് പോകാൻ പറയുന്നു. അദ്ദേഹം ഡോക്ടറല്ല. അദ്ദേഹം രോഗിയുടെ രോഗമൊന്നും പരിഗണിക്കാതെ ആ രോഗിയുടെ കൂട്ടത്തിൽ കളിക്കുന്നു, ചിരിക്കുന്നു, സൂക്ഷ്മതയൊന്നും കാണിക്കുന്നില്ല. അപ്പോഴും ഡോക്ടറല്ല അദ്ദേഹം. ഒരു ഡോക്ടർ എപ്പോഴാണ് ഡോക്ടറാകുന്നത്? അങ്ങേയറ്റം സ്നേഹത്തോടെയും പ്രേമത്തോടെയും കഴിയും, പക്ഷെ രോഗത്തെ രോഗമായി കാണുകയും ചെയ്യും. അല്ലാഹു തആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തങ്ങൾ വഴി മുഴുവൻ മുസ്ലിമീങ്ങളെയും ഉപദേശിക്കുന്നു, ഈയൊരു മാർഗം നിങ്ങൾ സ്വീകരിക്കും. ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം. സൂറത്തുൽ അൻആമിന്റെ അവസാനം വിശ്വാസകാര്യങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യുന്ന സൂറത്താണ്. ഇതിന്റെ അവസാനം പടച്ചവൻ പറയുന്നു, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയെ പറയും, സമുദായത്തോടും പറയാൻ പറയും, ഇന്നനി ഹദാനി ഇലാ സിറാത്തിൻ മുസ്തഖീം. പടച്ചവൻ എനിക്ക് ഋജുവായ മാർഗം കാണിച്ചു തരികയും അതിലേക്ക് എന്നെ പിടിച്ച് നിർത്തുകയും മുമ്പോട്ട് നീങ്ങാൻ എനിക്ക് അവസരം ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ വഴിതെറ്റി പോകേണ്ടവനായിരുന്നു. എൻ്റെ ജീവിതം അപകടത്തിലാകേണ്ടതായിരുന്നു. കണ്ണിൽ കണ്ടതിനെല്ലാം ആരാധിക്കുന്നൊരവസ്ഥയിലോട്ട് ഞാൻ മാറിപ്പോകേണ്ടിയിരുന്നു. പക്ഷേ പടച്ചവൻ എന്നെ സന്മാർഗത്തിലാക്കി. ദീനൻ ഖിയമം മില്ലത ഇബ്രാഹീമ ഹനീഫ. ചൊവ്വായ മാർഗം. ദീനൻ ഖിയമൻ, ചൊവ്വായ മാർഗം. ഇന്നത്തെ ശരിയായ അർത്ഥം സനാതന ധർമ്മം. മുഴുവൻ നബിമാരും സന്ദേശിച്ച പ്രകൃതിയുടെ ഭാഷയായ ഒരു ശരിയായ മാർഗം. മില്ലത ഇബ്രാഹീമ ഹനീഫ, ഋജുമാനസനായ ഇബ്രാഹീമി സരണി. അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? വമാ കാന മിനൽ മുശ്രികീൻ. സനാതന ധർമ്മത്തിന്റെ കാതലായ ഭാഗം അതിന് ബഹുദൈവാരാധനയുമായി ബന്ധമില്ല എന്നതാണ്. ഏകദൈവ വിശ്വാസം, ഇതാണ് സനാതന ധർമ്മത്തിന്റെ കാതൽ. വമാ കാന മിനൽ മുശ്രികീൻ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, 4 ഭാഗത്തും ബഹുദൈവാരാധന നടക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മനസ്സിനെയും ശരീരത്തെയും ജീവനത്തെയും അതിൽ നിന്ന് സൂക്ഷിച്ച് പടച്ചവന് മാത്രമായി സമർപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമതായി തീരുമാനം നമ്മൾ എടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുഴുവൻ ജനങ്ങളുമായി നല്ല ബന്ധം. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്, മുഴുവൻ ജനങ്ങളുമായി നല്ല ബന്ധം. പക്ഷേ തൗഹീദിൽ ഉറച്ചു നിൽക്കണം. തൗഹീദിന്റെ അമാനത്ത് നൽകപ്പെട്ട ഞാനും നിങ്ങളും ഒരു ഉയർന്ന ഉത്തരവാദിത്തമുള്ളവരാണ്. എന്നെയും രോഗത്തിൽ നിന്ന് സൂക്ഷിക്കണം, ജനങ്ങളെയും രോഗം ഭേദമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഈ ഒരു ബോധം വേണം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് രണ്ടാമത്തെ ഗുണം എന്താണ്? അതും ഇതുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് രണ്ടാമത്തെ ഗുണം തൻ്റെ ജീവിതം സമ്പൂർണമായി പടച്ചവന് സമർപ്പിക്കുകയുണ്ടായി. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രവാചകനെ പറയുക, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അനുകരിച്ചുകൊണ്ട്, എൻ്റെ നമസ്കാരം, എൻ്റെ മുഴുവൻ ആരാധനകളും, എൻ്റെ ജീവിതവും മരണവും സർവ്വലോക പരിപാലകനായ പടച്ചവന് ഞാൻ സമർപ്പിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്നാമതായി പടച്ചവനെ പരിപൂർണമായി വിശ്വസിച്ചു. 2, ജീവിതം മുഴുവനും പടച്ചവന് വേണ്ടി സമർപ്പിക്കുകയുണ്ടായി. തൻ്റെ സമ്പത്തിനെയും തൻ്റെ സന്താനങ്ങളെയും തൻ്റെ സൗകര്യങ്ങളെയും
എന്തിനേറെ തന്നെ തന്നെ പരിപൂർണമായി ദീനിനു വേണ്ടി സമർപ്പിച്ചു. അദ്ദേഹം മസ്ജിദിന്റെ ഉള്ളിലും മുസ്ലിമാണ്, മസ്ജിദിന് വെളിയിലും മുസ്ലിമാണ്, റമദാൻ മാസത്തിലും മുസ്ലിമാണ്, അല്ലാത്തപ്പോഴും മുസ്ലിമാണ്. സ്നേഹത്തിലും കോപത്തിലും വേഷത്തിലും രൂപത്തിലും ശൈലിയിലും നടത്തത്തിലും ഇരുത്തത്തിലുമെല്ലാം പടച്ചവന്റെ അടിമയാണ് എന്നൊരു ധ്വനി, എന്നൊരു നിറം, മണം അദ്ദേഹത്തിന് കാണപ്പെട്ടിരുന്നു. സിബ്ഗത്തല്ലാഹി വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗതൻ വനഹ്നു ലഹു ആബിദൂൻ. ഖുർആനിൽ ഉപയോഗിച്ച മറ്റൊരു വാക്കാണ് പടച്ചവന്റെ നിറം. സുബ്ഹാനല്ലാഹ്. ഒരു വിശ്വാസിയെ കാണുമ്പോൾ അല്ലാഹ് എന്ന് ഓർമ്മ വരും, ഓർമ്മ വരണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, ഞാൻ ആരുമായിട്ടാണ് സഹവസിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെ കാണുമ്പോൾ നിനക്ക് പടച്ചവന് ഓർമ്മ വരുമോ അവരുമായി സഹവസിക്കുന്നു. അവരുടെ വാചകം, അവരുടെ പ്രവർത്തനം, അവരുടെ നടത്തം, അവരുടെ ഇരുത്തം, എന്തിനേറെ അവരുടെ നോട്ടം, ഇതിലെല്ലാം പടച്ചവന്റെ ആ നിറവും മണവും സ്ഫുരിക്കുന്നുണ്ട്. സിബ്ഗത്തല്ലാഹി വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ. പടച്ചവനേക്കാളും നല്ല നിറം ഏതാ ഉള്ളത്? വനഹ്നു ലഹു ആബിദൂൻ. ആ പടച്ചവന്റെ അടിമകളായി ജീവിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് അല്ലയോ വിശ്വാസികളെ നിങ്ങൾ പറയുക. ജീവിതം മുഴുവനും പടച്ചവന്റെ അടിമത്വം. ഇതിനാണ് ഇബ്രാഹിമി മുഹമ്മദി ഇസ്ലാമിക സംസ്കാരം എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മൾ നമസ്കരിക്കുന്നവരാണ്, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പക്ഷേ മനസ്സിലാക്കണം, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതെല്ലാം ഈ സംസ്കാരം നിലനിർത്താനുള്ള മാധ്യമങ്ങളാണ്. നമസ്കരിക്കുന്നു എന്നിട്ട് എല്ലാം വിട്ടെറിഞ്ഞ് വേറെ ലോകത്തേക്ക് പോകുന്നു, ഇല്ല. നമസ്കരിക്കുന്നു, ആ നമസ്കാരത്തിൽ ഊർജവുമായി വിശ്വാസി ജനങ്ങൾക്കിടയിൽ സഞ്ചരിക്കും. നോമ്പ് പിടിക്കും, ആ നോമ്പിന്റെ ഊർജവുമായി ജനങ്ങൾക്കിടയിൽ സഞ്ചരിക്കും. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവി വൽ ആസാലി റിജാൽ. മസ്ജിദുകളിൽ ഒരു കൂട്ടം ആളുകൾ പടച്ചവനെ പ്രകീർത്തിക്കുന്നു, നമസ്കരിക്കുന്നു. എന്നിട്ട് പടച്ചവൻ അവരെ പറ്റി പറയുന്നു, നോക്കി, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അവരുടെ കച്ചവടങ്ങളും ക്രയവിക്രയങ്ങളും പടച്ചവന്റെ ധ്യാനത്തിൽ നിന്നും അവരെ വിസ്മൃതിയിലാക്കുന്നതല്ല. ഒന്നാന്തരം കച്ചവടക്കാരൻ, പക്ഷെ അള്ളാഹുവിന്റെ ധ്യാനത്തിലായി കഴിയുന്നു. ഒന്നാന്തരം ഡോക്ടർ, ഒന്നാന്തരം എഞ്ചിനീയർ, ഒന്നാന്തരം പിതാവ്, ഒന്നാന്തരം മാതാവ്, ഒന്നാന്തരം അധ്യാപകൻ, ഒന്നാന്തരം അധ്യാപിക, പക്ഷെ അതിനോടുകൂടി തന്നെ പടച്ചവനുമായി അഗാധമായ ബന്ധം. ഇതിനാണ് ഇസ്ലാമിക സംസ്കാരം എന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ മുഴുവൻ ജനങ്ങളുമായിട്ട് നല്ല ബന്ധം, അവരെ വെറുപ്പിക്കലും അവരുമായി വഴക്കുണ്ടാക്കലുമില്ല. പക്ഷെ നമ്മൾ ഇസ്ലാമിക രീതിയിൽ ഉറച്ചു നിൽക്കും. കടയിൽ പോകുന്നു, ആളുകൾ കളിയാക്കട്ടെ കളിയാക്കാതിരിക്കട്ടെ, എനിക്ക് ഹലാലായ ആഹാരം വേണം. നിങ്ങൾ ഇഷ്ടമുള്ളത് കഴിച്ചോളൂ, യാതൊരു കുഴപ്പമൊന്നുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ എനിക്ക് ഹലാലായ ആഹാരം വേണം. കല്യാണത്തിന് സമയമായി, നിങ്ങൾ നിങ്ങളുടെ രീതി കല്യാണം നടത്തിക്കൊള്ളു, എനിക്കതിനോട് എതിർപ്പൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ കല്യാണത്തെ പറ്റി പഠിക്കുന്ന നല്ലതാണ്. പക്ഷെ എൻ്റെ കല്യാണത്തിൽ ഇന്നിന്ന കാര്യങ്ങൾ കാണും, ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കുഴഞ്ഞ് ഒരവസ്ഥയൊന്നുമില്ല. ഇന്ന് ആളുകൾ പറയുന്നതാണ്, എന്ത് ചെയ്യാനാ, നിങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് പറയുന്നു. ഞങ്ങളെപ്പോലെയുള്ളവർ മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തും, എന്നിട്ട് പരിഹാസം മുഴുവൻ ഞങ്ങൾ കേൾക്കും. നോക്കിയാൽ മുസ്ലിയാർ കയറി ആണുങ്ങളെ പെണ്ണുങ്ങളെ മുമ്പിൽ സംസാരിക്കുന്നു. ഞാനൊരു പരിപാടിക്ക് വേണ്ടി വന്നു, കുറേ സഹോദരങ്ങളെ ഇവിടെ ഇരിക്കുന്നു, അവരുടെ മുമ്പിൽ ഞാനിങ്ങനെ വഴക്കുണ്ടാക്കാനാണ്. എല്ലാവരും എഴുന്നേറ്റ് പോകണം, ഞാൻ അങ്ങനെ വഴക്കുണ്ടാക്കാൻ പറ്റുകയില്ല. പക്ഷേ സഹോദരങ്ങൾ, ഒരു ഇസ്ലാമിക സംസ്കാരമുണ്ട് വിവാഹത്തിന്. നിങ്ങൾ സന്തോഷിച്ചുകൊള്ളിൻ, ആഹ്ലാദിച്ചുകൊള്ളിൻ. പക്ഷേ സ്ത്രീകൾ വേറെ, പുരുഷന്മാർ വേറെ.
ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ മര്യാദകളും രീതികളും കാണിക്കൽ, മുഴുവൻ ജനങ്ങളുമായി നല്ല ബന്ധം, ഒരു മുസ്ലിമിൻ്റെ വേഷം, രൂപം അത് ഇസ്ലാമികമായിരിക്കും. മുണ്ട് കയറ്റി കൊടുത്തിരിക്കും, താടി കാണും. സഹോദരിമാരാണോ ശരീരം മുഴുവനും മറച്ചിരിക്കും. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ മഹാനായ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി നടത്തിയ ഒരു ഉപദേശമുണ്ട്, ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹം ഒരു എഞ്ചിനീയറോട് സംസാരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് പലിശ വരുന്നു, മറുഭാഗത്ത് കൈക്കൂലി വരുന്നു, അപ്പുറത്ത് കള്ളത്തരങ്ങൾ വരുന്നു. ഇതിനെല്ലാം സൂക്ഷിച്ച് നിങ്ങൾ ആത്മാർത്ഥതയോടെ സൂക്ഷ്മതയോടെ നിങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുന്നത് നിങ്ങൾ മസ്ജിദിൽ നമസ്കരിക്കുന്നത് പോലെ ഇബാദത്താണ്. നിങ്ങൾ ധാരാളം സഹോദരന്മാരുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ കണ്ണിനെയും നിങ്ങളുടെ ജീവിതത്തെയും നിയന്ത്രിക്കുന്നത്, സൂക്ഷിക്കുന്നത് നിങ്ങൾ സുന്നത്ത് നോമ്പ് പിടിക്കുന്നത് പോലെ പുണ്യമായ കാര്യമാണ്. നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യുന്നു, അതിന് നിങ്ങൾ കൂലി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജോലി ഉത്തരവാദിത്ത ബോധത്തോടെ ഞാൻ നല്ല നിലയിൽ ജോലി ചെയ്യണം, ഞാനൊരു കച്ചവടക്കാരനായി ശരിയായിട്ട് സാധനങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന നീയത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്നു. നിങ്ങൾക്ക് സമ്പത്തും കിട്ടും, പക്ഷേ നിങ്ങൾ ദാനധർമ്മത്തിൻ്റെ പുണ്യം കൂടി നിങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇസ്ലാമിക സംസ്കാരം. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ, എൻ്റെ നമസ്കാരം, എൻ്റെ ഇതര ആരാധനകൾ, എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഘട്ടങ്ങളും ഒരു മുസ്ലിമിൻ്റെ വീടും മറ്റുള്ളവരുടെ വീടും തമ്മിൽ വ്യത്യാസമുണ്ടാകണം. ഒരു മുസ്ലിമിൻ്റെ വിവാഹവും മറ്റുള്ള വിവാഹം തമ്മിൽ വ്യത്യാസമുണ്ടാകണം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ പരിഹസിക്കരുത്. പക്ഷെ നമുക്കൊരു മാർഗമുണ്ട്, ഒരു സരണിയുണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്, എൻ്റെ മോളെ വിവാഹം കഴിച്ചു കൊടുക്കാം, എന്തൊക്കെ ചെയ്യണം? ഒരു പണ്ഡിതനുമായിട്ട് നിങ്ങൾ ചർച്ച നടത്തുന്നു, ആലോചിക്കും. വിവാഹത്തിന് ഉടുപ്പ് മേടിക്കുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിക്കുന്നു, സ്വർണം മേടിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു. എങ്ങനെ വിവാഹത്തിൻ്റെ പരിപാടി വേണം ഒന്ന് നിങ്ങൾക്ക് ആലോചിച്ചൂടെ? അതിനെപ്പറ്റി എന്തുകൊണ്ട് ആലോചിക്കുന്നു? ഒന്ന് ആലോചിക്കുന്നു, അതിനെപ്പറ്റി ചോദിക്കുന്നു. നിങ്ങൾ വീട് വെക്കുന്നു, അതിൽ നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ഒരു പണ്ഡിതനോട് ചോദിക്കുന്നു. കച്ചവടം നടത്തുന്നു, ചോദിക്കുന്നു ഒരു പണ്ഡിതനോട്, അവരുമായിട്ട് ചർച്ച ചെയ്യുന്നു. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ, എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അള്ളാഹുവിന് ഞാൻ നടത്തുന്ന സുജൂദുകളാണ്, റുക്കൂഉകളാണ്, കയ്യും കെട്ടിയുള്ള നമസ്കാരമാണ്, ഖുർആൻ പാരായണമാണ്. ഞാനൊരു അധ്യാപകനാണ്. അധ്യാപനത്തിൻ്റെ സമയത്ത് പല വീഴ്ചകളും വരും, തെറ്റായ വാക്കുകൾ പറയുന്നു, ചിലപ്പം ഭയങ്കര ദേഷ്യം കുട്ടികളോട് വരുന്നു, ചിലപ്പം അമിതമായ സ്നേഹം വരുന്നു. ഇതേ ഉസ്താദിനോട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം ഒരൊറ്റ മറുപടി പറഞ്ഞു, നമ്മളെല്ലാ ജീവിതത്തിനും പാലിക്കേണ്ട മറുപടി. നീ ക്ലാസ്സിൽ കയറുമ്പോൾ, പള്ളിയിൽ കയറുന്നതായി, ക്ലാസ് ആരംഭിക്കുമ്പോൾ, നിന്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ നമസ്കാരം ആരംഭിച്ചതായിട്ട് നീ കരുതി. ഒന്ന് ചെയ്തു നോക്കിയ സഹോദരങ്ങളെ, വീട്ടിൽ കയറുന്നു, ഞാൻ ഭാര്യയുടെ മക്കളുടെ കൂട്ടത്തിലിരിക്കുന്നു, നിസ്കരിക്കാൻ കൈകെട്ടിയിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യവുമായി കച്ചവടത്തിനാണ് ഈ കടയിലേക്ക് കയറി, ഞാൻ നമസ്കരിക്കാൻ കൈകെട്ടിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരും. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി, എൻ്റെ ജീവിതത്തിൻ്റെ കയറ്റങ്ങളും ജീവിതത്തിൻ്റെ ഇറക്കങ്ങളും ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. അവസാനം ഈ ലോകത്ത് നിന്നും ചിറകടിച്ച് പടച്ചവൻ്റെ സന്നിധാനത്തിലേക്കുള്ള പ്രയാണം, മരണം, ഇതെല്ലാം പടച്ചവനെ നിനക്കുള്ള ആരാധനയായി ഞാൻ മാറ്റുകയാണ്. വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു നമുക്ക് ഗുണം നൽകുമാറാകട്ടെ. ഇതിനാണ് സഹോദരങ്ങളെ സുന്നത്തായ ജീവിതം എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിക്കണം.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം ഒരു സമ്പൂർണ്ണ വ്യവസ്ഥിതിയാണ്. രാവിലെ ഉറക്കം എഴുന്നേറ്റത് മുതൽ ആരംഭിക്കുന്നു, രാത്രി ഉറങ്ങുന്നത് വരെയും നിലനിൽക്കുന്ന ഒന്നാണ്. ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രികീൻ ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. ഇബ്രാഹിമി സംസ്കാരത്തിൻ്റെ മൂന്നാമത്തെ ശില, മൂന്നാമത്തെ പ്രത്യേകത പടച്ചവനുമായിട്ടുള്ള തൗഹീദിൻ്റെ ബന്ധവും ഇസ്ലാമിക സംസ്കാരവും ഇതിൽ മഹാനവറുകൾ ഉറച്ചു നിന്നതിനോടുകൂടി മുഴുവൻ ലോകത്തും എത്തണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. ഒറ്റയ്ക്കാണ് അള്ളാഹുവിൻ്റെ ദാസൻ, ആരുമില്ല. മാതാപിതാക്കളുടെ എതിർപ്പ്, നാട്ടുകാരുടെ എതിർപ്പ്. പക്ഷെ ഒരു തീരുമാനമെടുത്ത് ഞാൻ ഇൻഷാ അള്ളാഹ് ഇതിനുവേണ്ടി പരിശ്രമിക്കും. നമുക്കെല്ലാം എത്രയോ കൂട്ടുകാരുണ്ട്. നമ്മൾ പെട്ടെന്ന് പറയും ദീനിൻ്റെ പരിശ്രമം നമ്മൾ പിന്മാറാൻ, ആര് കൂട്ടത്തിൽ നിൽക്കാൻ ആരുമില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നോക്കി പഠിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളെപ്പോലെ ആൾക്കാരുമില്ല. ഒറ്റയ്ക്കാണ് മഹാനവറുകൾ, ഒറ്റത്തടി. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സങ്ങ് വിശാലമാക്കി. എൻ്റെ ഭാര്യ നന്നാകണം, മക്കളും നന്നാകണം, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും നന്നാകണം, എന്നല്ല അടുത്ത തലമുറയും നന്നാകണം. സുബ്ഹാനല്ലാഹ്, അടുത്ത തലമുറയും നന്നാകണം. ഒരു വിശ്വാസിയുടെ വീക്ഷണമാണ്. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും, പക്ഷേ ഈ മസ്ജിദിൽ ഖിയാമത്ത് വരെയും സുജൂദ് നടക്കണം. ഈ പൊന്നാനി തെരുവുകളിലൂടെ ഖിയാമത്ത് നാൾ വരെയും ദീനിന്റെ വാഹക സംഘം സഞ്ചരിക്കണം. പടച്ചവൻ നൽകിയ വീട്ടിൽ ഖിയാമത്ത് നാൾ വരെയും സ്ത്രീകൾ സുജൂദ് ചെയ്യണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന ഒന്ന് നോക്കി. ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. കഅബ ശരീഫ് പണിയുകയാണ്, മസ്ജിദ് നിർമ്മിക്കുകയാണ്. പടച്ചവനെ, എന്തിനാ നിർമ്മിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് നീ മുസ്ലിമാക്കണം. സുബ്ഹാനല്ലാഹ്. 2, ഞങ്ങളുടെ സന്താന പരമ്പരകളെ നിനക്ക് പൊരുത്തമുള്ളവരാക്കണം. ഞാൻ അവർക്ക് വേണ്ടി പണിയുന്നതാണ്. ഞാനിവിടെ വന്ന് അൽഹംദുലില്ലാഹ്, അല്ലാഹു ശംസുദ്ദീൻ ഉസ്താദിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ കണ്ട ഏറ്റവും സന്തോഷകരമായ കാഴ്ച പൊന്നാനി ജുമാഅത്ത് പള്ളിയാണ്. എൻ്റെ മനസ്സ് മന്ത്രിച്ചത്, അന്ന് ഇതിൻ്റെ ആവശ്യമൊന്നും, അത്ര വലിയ സൗകര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ മറ്റ് പഴയ പള്ളികൾ സന്ദർശിച്ചിട്ടുണ്ട്, ഇത്ര വലിയ സൗകര്യമൊന്നും ആവശ്യമില്ല. പക്ഷേ അന്നത്തെ ആ മഹാന്മാർ ഇത്ര ത്യാഗം ചെയ്ത് 2ാം നില ശരിയാക്കി, 3ാം നില മനോഹരമാക്കി. വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. പടച്ചവർ, ഞങ്ങളുടെ സന്താന പരമ്പരകൾക്കും ഇത് പ്രയോജനപ്പെടണം. വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാമ റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ് ഫമൻ തബിഅനി മിന്നി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. സൂറത്ത് ഇബ്രാഹിമിലെ ആയത്തോതി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീർ വാർത്തുവത്രേ. ഈ ആയത്ത് തങ്ങൾക്ക് വികാരം വന്നു. വഇദ് ഖാല ഇബ്രാഹീം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. പടച്ചവനെ, ഈ നാടിനെ നീ സമാധാനമുള്ള നാടാക്കണമേ. മുസ്ലിമീങ്ങളെ പറ്റി വലിയ ആരോപണം, പ്രശ്നമുണ്ടാക്കാൻ നടക്കുന്നവരാണ്. എവിടെ പ്രശ്നം? ഇബ്രാഹിം നബിയുടെ 1ാമത്തെ പ്രാർത്ഥന, മുഹമ്മദ് നബിയുടെ 1ാമത്തെ പ്രാർത്ഥന, നമ്മളുടെയും 1ാമത്തെ പ്രാർത്ഥന, ഈ നാട്ടിൽ നീ ശാന്തി ഉണ്ടാക്കണം, സമാധാനം ഉണ്ടാക്കണം. പക്ഷെ അതിനോടുകൂടി അടുത്ത പ്രാർത്ഥനയും വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. പടച്ചവനെ, എൻ്റെയും എൻ്റെ പരമ്പരയെയും വിഗ്രഹാരാധനയെ തൊട്ടും കാത്തു രക്ഷിക്കണമേ. സുബ്ഹാനല്ലാഹ്. നമ്മളത് ചിന്തിച്ചു നോക്കിക്കുക. ആര് ദുആ ചെയ്യുന്നു? കഅബ ശരീഫ് നിർമ്മിക്കുന്ന സമയത്ത് നമ്മളുടെ നാടുമായി എത്ര വലിയ ബന്ധമുള്ള വാക്ക്.
വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്. എൻ്റെ പടച്ചവനെ, ഈ വിഗ്രഹം ധാരാളം ജനങ്ങളെ വഴികെടുത്തി പടച്ചവനെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇനി പ്രവാചകീയമായ കാരുണ്യം, ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. പടച്ചവനെ, എന്നെ ആര് പിൻപറ്റുമോ അവർ എൻ്റെ ആളുകളാണ്. വമൻ അസ്വാനി, ആര് എനിക്കെതിരെ പ്രവർത്തിച്ചോ ഫഇന്നക ഗഫൂറുർ റഹീം, നീ വളരെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ ഓതിക്കൊണ്ട് തങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു, പടച്ചവനെ, എൻ്റെ സമുദായത്തെ പറ്റി ഞാനിത് തന്നെയാണ് പറയുന്നത്. സന്താനങ്ങളെ പറ്റിയുള്ള ചിന്ത നമുക്ക് എത്രമാത്രമുണ്ട്. സുബഹി നമസ്കരിക്കാൻ വേണ്ടി മസ്ജിദിലേക്ക് വരുന്ന വാപ്പ, തഹജ്ജുദ് നമസ്കരിക്കാൻ എഴുന്നേറ്റ് സുജൂദിൽ കിടക്കുന്ന ഉമ്മ, നിങ്ങളുടെ മക്കളെ പറ്റി നിങ്ങൾക്ക് എത്ര ചിന്തയുണ്ട്? മസ്ജിദിലിരുന്ന് ഖുർആൻ ഓതുന്ന ഹാജി, നിങ്ങൾക്ക് ഈ നാട്ടിലെ കുഞ്ഞുങ്ങളെ പറ്റി എത്ര ചിന്തയുണ്ട്? കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ പ്രായപൂർത്തിയാകാത്ത മുഴുവൻ മക്കളും നമ്മളുടെ മക്കളാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രായപൂർത്തിയാകുന്നത് വരെ ഈ മുഴുവൻ ആളുകളെ പറ്റിയും നമ്മളുടെ മക്കളായിട്ട് തന്നെ കാണണം. അവർ സ്കൂളിൽ പഠിക്കണം, അവരുടെ വിദ്യാഭ്യാസം ശരിയാകണം. അവർ മോശമായ കൂട്ടുകെട്ടുമായി നടക്കുന്നു, അവരതിൽ നിന്ന് മാറ്റാൻ പരിശ്രമിക്കണം. നമ്മളെ കടമയാണ്. നമ്മൾ അവരുമായി ആ നിലയിൽ സംവദിക്കണം, ആ നിലയിൽ അടുക്കണം. നമ്മുടെ അയൽവാസിയായ അമുസ്ലിം മരണപ്പെട്ടു, അവരുടെ മക്കളെ തലോടണം, അവർക്ക് സേവനങ്ങൾ ചെയ്യണം, അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതുപോലെ നമ്മൾ സന്താനങ്ങളെ പറ്റി ചിന്തിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ പറ്റി ചിന്തിച്ചിരുന്നു എന്നല്ല, വീണ്ടും ഭയങ്കര ചിന്ത. റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. പടച്ചവനെ, എൻ്റെ പരമ്പരയിൽ മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു പൊന്നോമന മകൻ വരുന്നതായിട്ട് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം, പ്രാർത്ഥന, പ്രതീക്ഷ, ആ മോനെ നീ മക്ക മുക്കറമയിൽ അയക്കണമെന്നാണ്. ആ മകനിലൂടെ ഈ നാടിനും നാട്ടുകാർക്കും വലിയ ഗുണമുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇബ്രാഹിം ഈ പരമ്പരയിൽ ഉദയം ചെയ്തു. എന്നിട്ട് വളരെ ഗുരുത്വത്തോടു കൂടി പറഞ്ഞു, ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദുആയുടെ ഫലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബന്ധം വേണം. നമ്മുടെ പൂർവികന്മാർ, മഖ്ദൂമുകൾ, പൂർവികരായ മഹാന്മാർ, അവർ നമ്മളെപ്പറ്റി ആഗ്രഹം പുലർത്തണം. നമ്മളും പറയണം, ഈ മസ്ജിദുൽ ഹുദായുമെല്ലാം പഴയ ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ഈ മസ്ജിദും മദ്രസയും എൻ്റെ വീടും പറമ്പുമെല്ലാം പഴയ വാപ്പായുടെയും ഉമ്മായുടെയും എല്ലാം ഗുണമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം, പുതിയ കമ്മിറ്റിയും പഴയ കമ്മിറ്റിയും ബന്ധം, അതുപോലെ പുതിയ ഇമാമും പഴയ ഇമാമും ബന്ധം, ഈ സംഘടനയും മറ്റ് സംഘടനയും ബന്ധം. അതിലൂടെ ആഹ്ലാദകരമായ ആരോഗ്യപരമായ ബന്ധം വരും. ഞാനിവിടെ ഒന്ന് പ്രസംഗിക്കുന്നു, എനിക്ക് മുമ്പ് കുറേ ആളുകൾ സംസാരിച്ചു. അവരെല്ലാവരും ഉഴുതു മറിച്ച് മനസ്സ് അൽഹംദുലില്ലാ മാറ്റമുണ്ടായി. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റി. നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാകുന്നു. ഞാനതുപോലെ അടുത്ത ആൾക്കാരെ പറ്റി പറയണം. പടച്ചവനെ, എനിക്ക് ശേഷം ഇനിയും ഇതുപോലെ ഈ മാസ പരിപാടി നിലയ്ക്കാതെ കൂടുതൽ നല്ല നല്ല ആലിമീങ്ങൾ വന്ന് ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന അവസ്ഥ വേണം. ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നു, എൻ്റെ സംഘടന ഈ പ്രവർത്തനം ചെയ്യുന്നു, മറ്റേ സംഘടന മറ്റൊരു പ്രവർത്തനം ചെയ്യുന്നു. അൽഹംദുലില്ലാ, വളരെ ആവശ്യമാണ്. എനിക്ക് കുറച്ച് ആൾക്കാരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് വേറെ ആളുകളുമായി ബന്ധപ്പെടാൻ സാധിക്കും. ഒരു പാരസ്പര്യം, പരസ്പരമുള്ള സഹകരണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പ ഇങ്ങനെ പറയുന്നു, പടച്ചവനെ, എൻ്റെ പരമ്പരയിൽ നീ മുഹമ്മദ് റസൂലുള്ളാഹി അയക്കണം. മകൻ വന്നിട്ട് പറയുന്നു, വാപ്പയുടെ പ്രാർത്ഥനയുടെ ഫലം. എന്ത് രസമായിരിക്കും, എന്തൊരു ആരോഗ്യമായിരിക്കും ഇത്.
ചുരുക്കത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ രണ്ടാമത്തെ വലിയ പ്രത്യേകതയാണ് അടുത്ത തലമുറയെ പറ്റി ചിന്തിക്കൽ. പടച്ചോൻ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും, എനിക്ക് ഈ സാഹചര്യം കണ്ട് ഭയങ്കര ഭയമാകുന്നു, സാഹചര്യം വളരെയധികം കറുത്തിരുണ്ട് വരുന്നു, മുസ്ലിം നാമങ്ങളെല്ലാം മാറ്റപ്പെടുന്നു, എന്നിട്ട് ബഹുദൈവാരാധനയുടെ അവസ്ഥകൾ കൊണ്ടുവരുന്നു, മുസ്ലിം ചരിത്രം മുഴുവനും മാറ്റപ്പെടുന്നു, വിഗ്രഹാരാധന ശാസ്ത്രീയമായി അവതരിപ്പിക്കപ്പെടുന്നു, ഇതിന് വലിയ അസ്വസ്ഥത വേണം. എന്നിട്ട് ഈ തൗഹീദിനെ അമാനത്ത് അടുത്ത തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം, അതിന് നമ്മൾ ഉപദേശിക്കണം. വളരെ എളുപ്പമായൊരു ഉദാഹരണം പറയുന്നു, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ഉസ്താദ് ഇവിടെ പ്രഭാഷണം നടത്തുകയാണ്, ഇന്ന് ജുമയുടെ പ്രഭാഷണം നടത്തുന്നു. എനിക്ക് എന്തെങ്കിലും കാരണത്താൽ അദ്ദേഹത്തോട് അത്ര താല്പര്യമില്ല. പക്ഷെ എൻ്റെ സമീപനം എന്തായിരിക്കണം? എനിക്ക് അദ്ദേഹത്തോട് താല്പര്യം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, മക്കളെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കേട്ടോ. ഇന്നത്തെ ജുമയിൽ സംസാരിച്ചത് ഉദ്ഹിയയെ പറ്റിയാണ്, അത് നിങ്ങൾ നിർവഹിച്ചേ പറ്റൂ. ഇത് ഇബ്രാഹിമി മാർഗം. രണ്ടാമത്തെ മറ്റൊരു ശൈലി, എനിക്കൊരു ഉസ്താദിനോട് താല്പര്യമില്ല, അദ്ദേഹം ഉദ്ഹിയയെ പറ്റി എന്തിനെ പറ്റി പറഞ്ഞാലും വലിയ ഗുണമൊന്നുമില്ല, അദ്ദേഹം ഒന്നിനും കൊള്ളാത്തയാളാണ്, ഇവിടെ എൻ്റെ സ്വന്തം മക്കളെ ഞാൻ അപകടത്തിലോട്ട് കൊണ്ടുപോകലാണ്. അതുകൊണ്ട് സഹോദര സഹോദരി, നമ്മൾ അടുത്ത തലമുറയെ പറ്റി ചിന്തിക്കണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എന്നുവരെ ജീവിതമുണ്ട്, യാതൊരു ഉറപ്പുമില്ല. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അടുത്ത തലമുറയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. രണ്ടാമതൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ അടുത്ത തലമുറ ഒന്നുകിൽ നമ്മളെപ്പറ്റി പറയും, വാപ്പയുടെ ഉപ്പയുടെ പരിശ്രമത്തിൻ്റെ വലിയ ഫലം, വലിയ നന്മ, വലിയ പ്രയോജനം അത് നമ്മൾ അനുഭവിക്കുകയാണ്, എന്നിട്ട് അവർക്ക് സഞ്ചാരം വളരെ എളുപ്പമാകും. അല്ലെങ്കിൽ സഹോദരങ്ങളെ, അവർ തിരിച്ച് നമ്മളെ കുറ്റപ്പെടുത്തും, നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് കുറ്റപ്പെടുത്തുന്ന അവസ്ഥ വരും. ചുരുക്കത്തിൽ ഇതാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മഹനീയ ജീവിതത്തിൻ്റെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഒന്ന്, തൗഹീദിലുള്ള അടിയുറച്ച വിശ്വാസം, ബോധം, മറ്റുള്ളവരുമായി നല്ല ബന്ധത്തോടു കൂടി തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത തൗഹീദി ദർശനം, അള്ളാഹുവിനെ പറ്റിയുള്ള പരിപൂർണ ബോധ്യം. പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല, വളരെ മനസ്സ് തള്ളി പുറത്തേക്ക് വരുന്നു. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഗുണം. ഇതുപോലെ നമ്മൾ തൗഹീദിൽ ഉറപ്പുള്ളവരാകണം. അവിടെ വിശദമായി പറഞ്ഞു, മറ്റുള്ളവരുമായി നല്ല ബന്ധം, ഏതെങ്കിലും അമ്പലത്തെ ആക്ഷേപിക്കുകയോ ഏതെങ്കിലും ചർച്ചിനെ നിന്ദിക്കുകയോ ചെയ്യാൻ പാടില്ല, പക്ഷേ തൗഹീദിൽ ഉറച്ചു നിൽക്കുകയും വേണം. ഒരു പ്രധാനപ്പെട്ട അമുസ്ലിം സഹോദരങ്ങളുടെ പരിപാടിയിൽ എന്നെ വിളിക്കപ്പെട്ടു. ആ പരിപാടിയിൽ അവരുടെ പ്രധാനപ്പെട്ട വീക്ഷണം, വിഗ്രഹാരാധന പാടില്ല. എനിക്ക് വളരെ സന്തോഷം വന്നു. പക്ഷേ കണ്ടതെന്താണ്? വിഗ്രഹാരാധനയില്ല, പക്ഷെ അവരുടെ നേതാവ് അദ്ദേഹം ദൈവമാണ്, ദൈവമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വലിയ താല്പര്യത്തിൽ പരിപാടിയിൽ പോയിരുന്നപ്പോൾ കാണുന്നത് എല്ലാവരും അദ്ദേഹത്തിനെ വന്ന് സുജൂദ് ചെയ്യുന്നതാണ്. എന്നോട് സുജൂദ് ചെയ്യാൻ പറയപ്പെട്ടു. ഞാൻ എന്ത് ചെയ്യും? പടച്ചോൻ, ആകപ്പാട് ബുദ്ധിമുട്ടായി. ഞാൻ പതുക്കെ പോയി ബിസ്മില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ആലിംഗനം ചെയ്തു. ദൈവം ചാടി എഴുന്നേറ്റ് എന്നെയും കെട്ടിപ്പിടിച്ചു. നമ്മൾ ദീനിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചാൽ പടച്ചവനും വഴി തുറന്നു തരും. എന്നിട്ട് അദ്ദേഹം സുഖമായി ദീനിൻ്റെ കാര്യങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടു. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഒന്ന്, സഹോദരങ്ങളെ, തൗഹീദ്. 2, ഇസ്ലാമിക സംസ്കാരം, സുന്നത്തായ ജീവിതം. കുറഞ്ഞ പക്ഷം നമ്മളതിനെ നിന്ദിക്കരുത്, അത് നമ്മൾ ഉറച്ചു നിൽക്കണം, സുന്നത്തായ ജീവിതം. 3ാമത്തെ പ്രധാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണ് സന്താനങ്ങളെ പറ്റിയുള്ള ചിന്ത, തൻ്റെ കുടുംബത്തെ പറ്റി, മക്കളെ പറ്റിയുള്ള ചിന്ത. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ മഹത്തായ 3 ഗുണങ്ങൾ നൽകുമാറാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മഹനീയമായ 3 ഗുണങ്ങളെ പറ്റി പറയപ്പെട്ടു. ഈ സമയത്ത് എന്നോടും നമ്മളെല്ലാവരോടും ഉണ്ടാകേണ്ട ഒരു ചോദ്യമാണ്, ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചെയ്യണം?
കാര്യം പറഞ്ഞു, നമ്മളെല്ലാവരും കേട്ടു. പക്ഷേ ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എന്താണ് വഴി? ഇന്നത്തെ സാഹചര്യത്തിൽ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? തൗഹീദിൽ അടിയുറച്ച ബന്ധം, അതുപോലെ ഇസ്ലാമിക സംസ്കാരം നിലനിർത്തൽ, സുന്നത്തായ ജീവിതം ഉണ്ടാക്കിയെടുക്കൽ, മുഴുവൻ ജനങ്ങളെ പറ്റിയും ആഗ്രഹിക്കൽ, നന്മ ആഗ്രഹിക്കൽ, ഹിദായത്തിന് വേണ്ടി പരിശ്രമിക്കൽ വളരെ എളുപ്പമാണ് സഹോദരങ്ങളെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രവർത്തനം പറയുന്നു. ആ പ്രവർത്തനം മഹാനവറുകൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയുണ്ടായി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് ഈ മൂന്ന് ഗുണങ്ങൾ അടങ്ങിയ പ്രവർത്തനത്തിൻ്റെ ശക്തിക്ക് വേണ്ടിയാണ്. റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക്. ഒന്നാമതായി നാം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യം ജനങ്ങളെ മുഴുവനും പരിശുദ്ധ ഖുർആനിലൂടെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാകണം. പ്രബോധനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. നമ്മളുടെ ഉത്തരവാദിത്തമാക്കി പ്രബോധനത്തെ നമ്മൾ ഗ്രഹിക്കണം. ഗുരുനാഥന്മാർ അല്ലെങ്കിൽ പ്രബോധകന്മാർ പ്രവർത്തിക്കുന്നു, പക്ഷെ നമ്മളും നമ്മളുടെ കഴിവനുസരിച്ച് പ്രബോധനത്തിൻ്റെ വഴിയിൽ പങ്കെടുക്കണം. നിങ്ങൾ സഹോദരിയാണ്, യാതൊരു കുഴപ്പവുമില്ല, നിങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രബോധനങ്ങൾ നടത്തി. വാപ്പ താങ്കൾ വൃദ്ധനാണ്, ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പ്രബോധനം നടത്തി. പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓതിക്കൊണ്ട് ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നു. ഖുർആൻ പാരായണം അധികരിപ്പിക്കുന്നു. പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ ഖുർആൻ ഓതുന്നു, പരിപാടിയുടെ ആരംഭത്തിൽ ഖിറാഅത്ത് നടത്തി. ഇവിടെ ഇപ്പോൾ ഖിറാഅത്ത് നടത്തി. നമ്മൾ പലപ്പോഴും നിസ്സാരമായിട്ടാണ് കാണുന്നത്. സഹോദരങ്ങൾ, ഒരു പരിപാടിയിൽ ഏറ്റവും കാതലായ ഭാഗം അത് പരിശുദ്ധ ഖുർആൻ്റെ പാരായണമാണ്. ഇപ്പം അടുത്തൊരു വീടിൻ്റെ ഉദ്ഘാടനം, വീട് തറക്കല്ലിടാനും എന്നെ വിളിച്ചായിരുന്നു, ഉദ്ഘാടനത്തിനും എന്നെ വിളിച്ചവർ പറഞ്ഞു, താങ്കൾ മാപ്പാക്കണം, ഇതുപോലെ ഉദ്ഘാടനം സ്ഥലം MLA ഏൽപ്പിച്ചിരിക്കുകയാണ്, ഉസ്താദ് ഒന്ന് കുറച്ച് ഖുർആൻ ആയത്തോതി അതിൻ്റെ ഒരു ആരംഭം നിർവഹിച്ചാൽ മതി. ഞാൻ അദ്ദേഹത്തിന്, എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പരിശുദ്ധ ഖുർആനോദി ആശയം പറയലാണ്. ഉദ്ഘാടനം, അധ്യക്ഷൻ എല്ലാം മറ്റുള്ളവർ തന്നെ ആകട്ടെ, ഒരു കുഴപ്പവുമില്ല. അവിടെ പോയി പരിശുദ്ധ ഖുർആനോദി അതിൻ്റെ ആശയം പറഞ്ഞു, ജനങ്ങളോട് നന്മയുമായി ബന്ധപ്പെടണമെന്ന് ഉപദേശിച്ചു. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഇരിക്കുന്നു. എൻ്റെ മനസ്സ് സന്തുഷ്ടമായി. അതുകൊണ്ട് സഹോദരങ്ങൾ, ഒന്നാമത്തെ ജോലി നമ്മൾ ദഅവത്തിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ആളുകളെ മസ്ജിദുകളിലേക്ക് വിളിക്കണം. പ്രത്യേകിച്ച് നമ്മൾ പുരുഷന്മാർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ മുഴുവൻ മക്കളെയും നമ്മൾ നമ്മളുടെ മക്കളായി കണ്ട് നന്മകൾക്ക് വേണ്ടി പ്രേരിപ്പിക്കണം. മോനെ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? വളരെ നല്ലത്. കോളേജിൽ പഠിക്കുന്നുണ്ടോ? വളരെ നല്ലത്. പ്രേരിപ്പിക്കണം. മുഴുവൻ സ്ത്രീകളും പെൺകുട്ടികളുടെ തലയിൽ കൈവച്ച് അവരെ നന്മയിലേക്ക് പ്രേരിപ്പിക്കണം. സമുദായത്തിൽ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ അവസ്ഥകളെപ്പറ്റി അടുത്തൊരു പ്രോഗ്രാം നടന്നായിരുന്നു. അതിലൊരു പണ്ഡിതന് പൊട്ടിത്തെറിച്ച വാക്കിതാണ്, തൊപ്പി വെച്ച മുഴുവൻ ആൾക്കാരും ആൺകുട്ടികളുടെ കയ്യിൽ സ്നേഹത്തോടെ പിടിച്ച് അവരെ നന്മയിലോട്ട് കൊണ്ടുവരാൻ പരിശ്രമിക്കണം. പർദ്ദയണിഞ്ഞ മുഴുവൻ സ്ത്രീകളും പർദ്ദയില്ലാത്ത തട്ടമില്ലാത്ത പെൺകുട്ടികളുടെ ശിരസിൽ തലവെച്ച് അവർ ഓമനിച്ച് മുമ്പോട്ട് കൊണ്ടുവരണം. നമ്മൾ ശപിക്കൽ കൊണ്ട്, എല്ലാം ആൾക്കാരെ നമ്മൾ തള്ളൽ കൊണ്ട് ഒരിക്കലും നമ്മൾ ഉത്തരവാദിത്തം കഴിയുകയില്ല. സഹോദരങ്ങളെ, ആൾക്കാരോട് സ്നേഹത്തിൽ വർത്തിച്ച് അവരെ നന്മയിലേക്ക് വിളിക്കും, അവരെ നന്മയിലേക്ക് ക്ഷണിക്കും. പ്രത്യേകിച്ചും അടുത്ത തലമുറയുടെ വിഷയത്തിൽ വലിയ ശ്രദ്ധ നമ്മൾ പുലർത്തി. നമുക്ക് ആർക്കും ഒരു സമാധാനം വരുന്നില്ല. ഈ പ്രായമുള്ളവരെ മാത്രം മസ്ജിദിൽ കണ്ടിട്ട് ചെറുപ്പക്കാരെവിടെ പോയി? അവർ വരട്ടെ മസ്ജിദുകളിൽ. നമുക്കൊരിക്കലും സമാധാനം വരുന്നില്ല. പർദ്ദയണിഞ്ഞ ഉമ്മുമ്മമാരെ മാത്രം കണ്ടിട്ട് നമ്മളുടെ പെൺകുട്ടികൾ എവിടെ പോയി? അതുകൊണ്ട് നമ്മൾ സഹോദരങ്ങളെ മുഴുവൻ ആളുകളെയും നന്മയിലേക്ക് ക്ഷണിക്കണം.
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കി വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. നമ്മളെല്ലാവരും പരിശുദ്ധ ഖുർആനും ഹദീസും പഠിക്കണം, പഠിപ്പിക്കണം. പരിശുദ്ധ ഖുർആനിൻ്റെ ഹദീസിൻ്റെ പഠനം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. പ്രബോധനം ജീവിതത്തിൻ്റെ ഭാഗം, അതുപോലെ ഖുർആൻ ഹദീസുകളുടെ പഠനം ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. പഠിപ്പിക്കലും ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഒരു ദിവസം ഒരു അരമണിക്കൂർ നേരം ഖുർആനിൻ്റെ തണലിലിരിക്കൻ, ഖുർആനി രചനകൾ പാരായണം ചെയ്യൻ, ഹദീസിൻ്റെ തണലിലിരിക്കൻ, അതിൻ്റെ രചനകൾ പാരായണം ചെയ്യൻ. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിനോട് കടുത്ത വിരോധമുള്ള ഒരു വ്യക്തിക്ക് ആദരവായ റസൂലിനെ പറ്റിയുള്ള രചന എത്തിച്ചു കൊടുക്കപ്പെട്ടു. മാനവികതയുടെ പ്രവാചകൻ. അൽഹംദുലില്ലാഹ് മലയാളത്തിൽ തർജ്ജമ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് ചെയർമാൻ എഴുതിയ മാനവികതയുടെ പ്രവാചകൻ. അത് കിട്ടിക്കഴിഞ്ഞ് അത് വായിക്കുന്ന വ്യക്തി, അദ്ദേഹം ഈ പണ്ഡിതന് കത്തെഴുതി, എൻ്റെ രാത്രിയിലെ 1 മണിക്കൂർ നേരം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കൂട്ടത്തിലാണ് ഞാൻ കഴിച്ചു കൂട്ടുന്നത്. സഹോദരങ്ങളെ, നമ്മൾ അതുകൊണ്ട് ദീൻ പഠിക്കൻ, പരിശുദ്ധ ഖുർആൻ പഠിക്കൻ, ഹദീസ് പഠിക്കൻ, അതിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കൻ. ഈ മാസത്തിൽ കൂടുന്നതായ സദസ്സിനെ നമ്മൾ പ്രയോജനപ്പെടും. അൽഹംദുലില്ലാഹ്, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആകെ നിങ്ങളെപ്പറ്റി പരാതിയുള്ളത് എല്ലാവരുടെ കയ്യിലും ചെറിയൊരു ബുക്കുണ്ടാകണമായിരുന്നു. നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ എന്നോട് ചോദിക്കണമായിരുന്നു. പറയുന്ന കാര്യം നോട്ട് ചെയ്തെടുക്കണമായിരുന്നു. നമ്മൾ ദീനിൻ്റെ കാര്യങ്ങൾ, അതുപോലെ ദീനിൻ്റെ കാര്യം പഠിപ്പിക്കുകയും ചെയ്യും. എങ്ങനെ പഠിപ്പിക്കണം? നമ്മളെ കൊണ്ട് കഴിവനുസരിച്ച്. നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കുന്ന ക്ലാസ് എടുക്കേണ്ട, പക്ഷേ ക്ലാസ്സിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ പറ്റുമല്ലോ. മോനെ വരും, കുറച്ച് നേരം AC-യുടെ തണലിൽ ഇരിക്കാം. ഉസ്താദാണ് ക്ലാസ് എടുക്കുന്നത്, പക്ഷേ നിങ്ങളാണ് യഥാർത്ഥത്തിൽ ക്ലാസ് എടുക്കാൻ കാരണക്കാരൻ. അവരെ കൊണ്ടുവരും. അതുപോലെ അവർക്ക് നമ്മൾ പുസ്തകങ്ങൾ കൊടുക്കും, രചനകൾ കൊടുക്കും, വായിച്ച് നോക്കുന്ന സംശയമെല്ലാം ഉണ്ടെങ്കിൽ പണ്ഡിതനോട് ചോദിക്കാൻ പറയും. അല്ലെങ്കിൽ നമ്മൾ പുസ്തകം എടുത്ത് നമ്മൾ ഉറക്ക വായിക്കും. ഇതും പഠിപ്പിക്കുന്നത് തന്നെയാണ്. തെറ്റായ ധാരണയാണ് ഇങ്ങനെ മെയ്ക്കെടുത്ത് വെച്ച് പ്രസംഗിക്കൽ മാത്രമാണ് ക്ലാസ് എടുക്കൽ. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, പരിശുദ്ധ ഖുർആനും ഹദീസും മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കൽ, മറ്റുള്ളവരെ നമ്മൾ പഠിപ്പിക്കും. തയ്യാറുള്ള ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, വയുസക്കീഹിം, മനസ്സുകളെ സംസ്കരിക്കൻ, പടച്ചവനോടുള്ള സ്നേഹമുണ്ടാക്കിയെടുക്കൻ, പ്രവാചകനോടുള്ള സ്നേഹമുണ്ടാക്കിയെടുക്കൻ, പരലോക ചിന്തയുണ്ടാക്കിയെടുക്കൻ. അതിന് 2 മരുന്നുകൾ പറയുന്നു. ഒന്ന്, നമ്മൾ പരിശുദ്ധ ഖുർആൻ കുറച്ച് ദിവസവും ഓതിൻ. യാസീൻ, തബാറക്കല്ലദീ ദിവസവും ഓതിൻ. കൂടാതെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയും അല്പാൽപ്പം നമ്മൾ ഓതിൻ. പൊന്നാനിയിൽ നിന്നാണ് കേരളം മുഴുവനും ഖുർആൻ പാരായണം എത്തിയത്. നമ്മളെല്ലാവരും ഖുർആൻ ഓതുന്നവരാകും. സഹോദരിമാരെ, ഖുർആൻ ഓതിന്, പടച്ചവനോടുള്ള സ്നേഹമുണ്ടാക്കണം. ഖുർആൻ ഓതിന്. അതുപോലെ കുറച്ച് ദിക്റുകൾ നമ്മൾ പതിവാക്കി. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. പടച്ചവനുമായിട്ടുള്ള സ്നേഹം വർദ്ധിക്കും. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രവാചകനുമായിട്ടുള്ള സ്നേഹമുണ്ടാകും. മനസ്സുകൾ നന്നായി തീരും. ഇതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രവർത്തനം. ഈ പ്രവർത്തനം മഹാനവറുകൾ അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചു. തലമുറ കൈമാറി. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെത്തി. തങ്ങളിതിനെ പരിപൂർണമായി സമുദായത്തെ ഏൽപ്പിച്ചു. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളെല്ലാവരും ദീനുമായി ബന്ധപ്പെട്ടത്. ഇനി നമ്മളുടെ കടമയാണ്, കർത്തവ്യമാണ് സഹോദരങ്ങളെ. നാം ഓരോരുത്തരും ദഅവത്ത് നടത്തണം, പ്രബോധനം നടത്തണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം പ്രബോധനം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം ഖുർആനും ഹദീസും പഠിക്കൽ. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം ദിക്റും ദുആയും. ഇത് പരിശീലിപ്പിക്കാൻ കൂടിയാണ് ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ തക്ബീർ സുന്നത്താക്കപ്പെട്ടിരിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മകളിൽ ഏറ്റവും പ്രതിഫലമുള്ളത് ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസം ചെയ്യുന്ന നന്മകളാണ്. അതിലേറ്റവും വലിയ നന്മ ദിക്റാണ്. നിന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട്, കിടന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ നാമം പറയും, ദിക്ർ ചൊല്ലിൻ. ആ ദിക്റിലായിട്ട് നമ്മൾ കഴിയൻ. ഹാജിമാർ ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് 8-ന് മിനായിലേക്ക് പോകും.
നമ്മൾ അള്ളാഹുവിന് മസ്ജിദുകളിൽ വരും, സ്ത്രീകൾ നിസ്കാര പായകളിൽ വരും ദിക്റും ദുആയും ചെയ്യും. അവർ അറഫ മൈതാനിയിൽ അവർ അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യും. നമ്മളന്ന് നോമ്പ് പിടിക്കും, നമ്മളും ദിക്റിലും ദുആയിലും കഴിയും. അവർ യഥാർത്ഥ പെരുന്നാൾ ആഘോഷമായി മുസ്ദലിഫയിൽ നിന്നും മിനായിലേക്ക് വന്ന് കല്ലെറിഞ്ഞ് മുടിയെല്ലാം എടുത്ത് വലിയ ത്യാഗം ചെയ്യും. നമ്മളും സഹോദരങ്ങൾ രാവിലെ തന്നെ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ച് ഉദ്ഹിയ അറുത്ത് ദിക്റിലും ദുആയിലുമായി കഴിയും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ദിക്റിന്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള വഴിയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ഈ കൂട്ടായ്മയെ കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ ഖൈറും നൽകുമാറാകട്ടെ. ഇത് നല്ലൊരു മാതൃകയായി അള്ളാഹു നാട്ടിൽ മുഴുവനും ഇതിനെ അള്ളാഹു വ്യാപിപ്പിക്കുമാറാകട്ടെ. ഒരു സന്തോഷ വാർത്ത എന്നോണം പറയുകയാണ്, ഈ ഒരു പരിപാടിയെപ്പറ്റി ഇവിടെ അറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ നാട്ടിലും ഇതുപോലെ തന്നെ മാസത്തിൽ നമ്മളിവിടെ ആഴ്ചയാഴ്ച നടത്തി, പക്ഷെ അത്ര ഉന്മേഷം വരുന്നില്ല. അവിടെ ഈ മാസത്തിൽ ഇതുപോലെ സരസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ സരസിലേക്ക് നിങ്ങൾ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരണം. ഇത് നിങ്ങൾ നാട് മുഴുവനും വ്യാപകമാക്കണം. അള്ളാഹു നമ്മുടെ മസ്ജിദുകളിൽ, മദ്രസകളിൽ, വീടുകളിൽ, പറമ്പുകളിൽ ആളുകൾ കൂടി നന്മകൾ കേട്ട് നന്മകൾ ഉൾക്കൊണ്ട് പ്രചരിപ്പിക്കുന്നൊരവസ്ഥ അള്ളാഹു നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ربنا واجعلنا مسلمين لك مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, ഉപകാരികൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെ ജീവിച്ചിരിക്കുന്നവർക്ക് നിന്റെ പൊരുത്തത്തിലായ ദീർഘായുസ്സും ശാന്തിയും സമാധാനം നൽകണേ അല്ലാഹുവേ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കണേ അല്ലാഹുവേ. ഞങ്ങളെല്ലാം നീ തൗഹീദിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹുവേ. ഷിർക്കിൽ നിന്നും പരിപൂർണമായി ഞങ്ങളുടെ പരമ്പരകളെ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, പടച്ചവനെ അല്ലാഹുവേ, നിന്നെ പരിപൂർണമായി വിശ്വസിച്ച് നിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, ഇസ്ലാമിക സംസ്കാരം മുറുകെ പിടിക്കാൻ ഭാഗ്യം താ അല്ലാഹുവേ. നമസ്കാരത്തിൽ വലിയ ശ്രദ്ധ തരണേ അല്ലാഹുവേ. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. യാ അല്ലാഹ്, അടുത്ത തലമുറയുടെ അവസ്ഥ നന്നാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഞങ്ങളുടെ ഈ നാട്ടിൽ പടച്ചവനെ മസ്ജിദുകളും മദ്രസകളും എല്ലാം ഭീഷണി നേരിടുന്നു അല്ലാഹുവേ. യാ അല്ലാഹ്, ഞങ്ങൾ ഈ അമാനത്ത് അടുത്ത തലമുറയ്ക്ക് എത്തിച്ചു കൊടുത്ത് അവരിതുമായി എഴുന്നേറ്റ് നിന്നാൽ ഒരു പ്രശ്നവുമില്ല അല്ലാഹുവേ. പടച്ചവനെ അടുത്ത തലമുറയിൽ നിന്ന് നന്നാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഞങ്ങളെക്കാളും ഞങ്ങൾക്ക് ശേഷമുള്ളവരെ നന്നാക്കണേ അല്ലാഹുവേ. നല്ല അവസ്ഥ നീ എത്തിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, പ്രത്യേകിച്ച് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വഖഫിൻ്റെ പ്രശ്നങ്ങളെ നീ അങ്ങേറ്റം വിജയകരമായ നിലയിൽ അതിനെ നീ പരിഹരിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, നിൻ്റെ നല്ലവരായ ദാസന്മാർ, ദാസികൾ നിൻ്റെ നാമത്തിൽ ചെയ്ത വഖഫിൻ്റെ സ്വത്തുക്കളെ നീ നിലനിർത്തണേ അല്ലാഹുവേ. സംരക്ഷിക്കണേ അല്ലാഹുവേ. അതിനെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് താ അല്ലാഹുവേ. യാ അല്ലാഹ്, രാജ്യത്തിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ അല്ലാഹുവേ. എല്ലാ മസ്ജിദുകളെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. എല്ലാ മദ്രസകളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഈ ഗുണങ്ങൾ ഉണ്ടാകും ഞങ്ങൾക്ക് നീ പ്രബോധനവുമായി ബന്ധം തരണേ അല്ലാഹുവേ. ദഅവത്ത് ഞങ്ങളുടെ കർത്തവ്യമാണ്, ഡ്യൂട്ടിയാണ്, ജോലിയാണ് എന്ന് മനസ്സിലാക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. യാ അല്ലാഹ്, ഖുർആനും സുന്നത്തും പഠിക്കാനും പഠിപ്പിക്കാനും തൗഫീഖ് താ അല്ലാഹുവേ. യാ അല്ലാഹ്, നിൻ്റെ ദിക്ർ സലാത്തുകൾ വർദ്ധിപ്പിച്ച് മനസ്സിനെ പരിശുദ്ധമാക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. യാ അല്ലാഹ്, ഈ പരിപാടി നീ ഖൈറിലാക്കണേ അല്ലാഹുവേ. ആഫിയത്തോടെ നിലനിർത്തണേ അല്ലാഹുവേ. ഈ നാട്ടിൽ മുഴുവനും നല്ലൊരു പരിവർത്തനം നീ ഇതിന് കാരണമാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, കേരള മുസ്ലിമീങ്ങളുടെ പ്രധാന കേന്ദ്രമായ മക്ക എന്ന് പറയപ്പെടുന്ന ഈ പൊന്നാനി നഗരത്തെ നീ വീണ്ടും കബൂലാക്കണേ അല്ലാഹുവേ. പ്രത്യേകിച്ചും ഇതിന് മുൻഭാഗത്തുകൂടി വലിയ രാജപാത വരുന്നു. ഈ പ്രദേശത്തുകൂടി കടന്നു പോകുന്ന എല്ലാ മനുഷ്യർക്കും ഇവിടെ നിന്നും ഈമാനിൻ്റെ, ഇഹ്സാനിൻ്റെ, ഇസ്ലാമിൻ്റെ സുഗന്ധമെത്താൻ കാരണമാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, അതിൻ്റെ നല്ല അവസ്ഥയ്ക്ക് ഈ പരിശ്രമത്തെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്ത അല്ലാഹുവേ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാഹുവേ. വൈവാഹിക ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ പദ്ധതികൾ, സ്ഥാപനങ്ങൾ, യാത്രകൾ, പ്രസ്ഥാനങ്ങൾ, പരിപാടികൾ എല്ലാം നീ വിജയത്തിലാക്കണേ അല്ലാഹുവേ. ഖൈറിലാക്കണേ അല്ലാഹുവേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله.